ബി.ജെ.പി കൗൺസിലർ ആർ സുഗതനായുള്ള അനുകൂല നടപടി റദ്ദാക്കി തദ്ദേശ സ്വയംഭരണ വകുപ്പ്. കരുതൽ തടങ്കലിലുള്ള പ്രതികൾക്ക് യോഗത്തിൽ പങ്കെടുക്കുന്നതിന് പരോൾ നൽകാൻ വ്യവസ്ഥയില്ലെന്ന പുതിയ സർക്കുലർ. ആർ സുഗതന്റെ അപേക്ഷ നിരസിക്കണമെന്ന ആഭ്യന്തര വകുപ്പിനോട് നിർദ്ദേശിക്കുന്നതാണ് പുതിയ കത്ത്. ജൂലൈ 18 നൽകിയ കുറിപ്പ് റദ്ദാക്കണമെന്നും പുതിയ സർക്കുലറിലുണ്ട്. പുതിയ തദ്ദേശ വകുപ്പ് അണ്ടർ സെക്രട്ടറിയുടേതാണ് നടപടി. പുതിയ കുറിപ്പിന്റെ പകർപ്പ് മീഡിയ വണ്ണിന് ലഭിച്ചു. ഫസ്റ്റ് ഓൺ മീഡിയ വൺ. മുഹമ്മദ് അസ്ലം നൽകും കൂടുതൽ വിശദാംശങ്ങൾ. അസ്ലം, പുതിയ അണ്ടർ സെക്രട്ടറിയുടെ സർക്കുലറിൽ എന്തൊക്കെ വിവരങ്ങളാണുള്ളത്? നേരത്തെ നൽകിയ അൺഒഫീഷ്യൽ നോട്ടിൽ ചിത്ര അരുണിമയ്ക്കെതിരെ നടപടിയുണ്ടായിരുന്നു. ആ നടപടി ഏത് രീതിയിലാണ് വന്നത് എന്ന് നമ്മൾക്കറിയാം. അപ്പോൾ ആ അൺഒഫീഷ്യൽ നോട്ടിൽ എന്താണ് പുതിയ സർക്കുലറിലുള്ള നടപടി? തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി.ജെ.പി കൗൺസിലർ ആർ സുഗതന് അനുകൂലമായി എടുത്ത നടപടിയിൽ നിന്നും തദ്ദേശ വകുപ്പ് പിന്മാറുകയാണ്. നേരത്തെ മന്ത്രിയുടെ നിർദ്ദേശം ലംഘിച്ച് മന്ത്രിയുടെ നിർദ്ദേശം മറികടന്നുകൊണ്ട് അണ്ടർ സെക്രട്ടറി ചിത്ര പി അരുണിമയാണ് അനുകൂലമായൊരു സമീപനം എടുത്തത്. അതായത് പരോളിനാണ് സുഗതന് അപേക്ഷിച്ചത്. പരോൾ നൽകാൻ കഴിയില്ല, അതേസമയം ഇതിന് അവധി അപേക്ഷ നൽകാവുന്നൊരു പുതിയൊരു ഉപദേശം കൊടുത്താണ് അരുണിമ അണ്ടർ സെക്രട്ടറി എന്ന ആഭ്യന്തര വകുപ്പിന് കുറിപ്പ് നൽകുന്നത്. ഈ കുറിപ്പിന്റെ അടിസ്ഥാനത്തിൽ ആഭ്യന്തര വകുപ്പ് സുഗതന് മറുപടി നൽകുന്നതും അത് ആയുധമാക്കിക്കൊണ്ടാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ അവർ ബി.ജെ.പി കൗൺസിൽ അവധി അപേക്ഷ പാസ്സാക്കുന്നത്. ഇപ്പോൾ ഇന്നിറക്കിയ കുറിപ്പിൽ കുറേ സസ്പെൻഡ് ചെയ്ത് ചിത്ര പി അരുണിനെ സസ്പെൻഡ് ചെയ്തിരുന്നു. അരുണിമയെ സസ്പെൻഡ് ചെയ്ത് പുതിയതായിട്ട് വന്ന ലിസി സൂസൻ ജോൺ എന്ന് പറയുന്ന അണ്ടർ സെക്രട്ടറിയുടെ കുറിപ്പ് എന്ന് പറയുന്നത് ഈ സുഗതന്റെ അപേക്ഷ കരുതൽ തടങ്കലിലുള്ള പ്രതിക്ക് യോഗങ്ങളിൽ പങ്കെടുക്കാൻ പരോൾ നൽകുന്നത് സംബന്ധിച്ച് വ്യവസ്ഥ ഇല്ലെന്നും അതിനാൽ എസ്കോർട്ട് പരോൾ അനുവദിക്കാൻ കഴിയില്ലെന്നും അപേക്ഷ നിരസിക്കേണ്ടതാണെന്നും പറയുന്നു. മാത്രമല്ല ഇക്കാര്യം ആഭ്യന്തര വകുപ്പിനെ അറിയിച്ചുകൊണ്ടുള്ളൊരു കുറിപ്പാണ്. മാത്രമല്ല ഈ അവധി അപേക്ഷ നൽകാമെന്നും അതുവഴി അയാളുടെ അംഗത്വം സുരക്ഷിതമാക്കാമെന്നുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ടുള്ള പുതിയ കുറിപ്പാണ് വന്നിരിക്കുന്നത്. അതിൽ പ്രത്യേകം പറഞ്ഞിരിക്കുന്നത് ജൂലൈ 18 നൽകിയ കുറിപ്പ് അനൌദ്യോഗികമായ കുറിപ്പ് റദ്ദ് ചെയ്യുന്നതായി കൂടി പറയുന്നു. എന്ന് വെച്ചാൽ സുഗതന് അനുകൂലമായി ജൂലൈ 18 നൽകിയ മുൻ തദ്ദേശ അണ്ടർ സെക്രട്ടറി നൽകിയ കുറിപ്പ് റദ്ദാക്കുന്നു, അത് ക്യാൻസൽ ചെയ്യുന്നു എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് ആഭ്യന്തര വകുപ്പിന് നൽകിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആർ സുഗതന് അനുകൂലമായെടുത്ത നിലപാട് തിരുത്തിയിരിക്കുന്നു. ആ കുറിപ്പ് തന്നെ റദ്ദാക്കിക്കൊണ്ട് പുതിയ കുറിപ്പ് ആഭ്യന്തര വകുപ്പിന് നൽകിയിരിക്കുന്നു. സ്വാഭാവികമായും ഇതിന്റെ അടിസ്ഥാനത്തിൽ ആഭ്യന്തര വകുപ്പ് സുഗതന് അനുകൂലമായി എടുത്ത ആ ഒരു മറുപടി കത്ത് സ്വാഭാവികമായിട്ട് റദ്ദാക്കേണ്ടി വരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്ന് പറഞ്ഞാൽ സുഗതന്റെ അവധി അപേക്ഷ പാസ്സാക്കാൻ വേണ്ടി തിരുവനന്തപുരം കോർപ്പറേഷൻ ആധാരമാക്കിയ തദ്ദേശ വകുപ്പിന്റെ ആഭ്യന്തര വകുപ്പിന്റെ നിലപാട് അത് പൂർണ്ണമായി തന്നെ റദ്ദാക്കുന്ന ഒരു സാഹചര്യം. സ്വാഭാവികമായിട്ടും കർശന നിലപാട് തദ്ദേശ വകുപ്പ് മന്ത്രി കെ എം ഷാജി തന്റെ നിർദ്ദേശം മറികടന്ന് മുന്നോട്ട് കൊണ്ടുപോയ ഉദ്യോഗസ്ഥരെ സ്വീകരിച്ചിരുന്നു. അവർക്കെതിരെ സസ്പെൻഡ് ചെയ്തിരുന്നു. അത് കടുത്ത സമ്മർദ്ദത്തെ തുടർന്നായിരുന്നു. അതിൽ കൊണ്ട് നിന്നില്ല, പകരം എടുത്ത തെറ്റായ നിലപാടിനെ തിരുത്തുക കൂടി ചെയ്യുന്നുണ്ട്. സുഗതനെ അത് അപേക്ഷിക്കാൻ അല്ലെങ്കിൽ പരോൾ നൽകാൻ വ്യവസ്ഥയില്ല. മാത്രമല്ല അത് പൂർണ്ണമായും സുഗതന്റെ അപേക്ഷ തന്നെ പൂർണ്ണമായി നിരസിക്കണമെന്ന എന്താണോ തദ്ദേശ മന്ത്രി കെ എം ഷാജി നിർദ്ദേശിച്ചത് അതിനനുസരിച്ചുള്ള പുതിയൊരു ഉത്തരവെന്ന് പറയാൻ പറ്റില്ല, പുതിയൊരു കുറിപ്പാണ്, അൺഒഫീഷ്യൽ കുറിപ്പാണ് പുതുതായി നിയമിക്കപ്പെട്ട അണ്ടർ സെക്രട്ടറി ലിസി സൂസൻ ജോൺ, അവരും KS ഉദ്യോഗസ്ഥയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു, അവർ നൽകിയിരിക്കുന്നത്. എന്തായാലും ഇതുവരെ ഉള്ള വിവാദങ്ങൾക്ക് പകരം നടപടി എന്നതിനപ്പുറത്തേക്ക് തെറ്റായ നടപടി തിരുത്തുന്ന ഒരു സമീപനം കൂടി തദ്ദേശ വകുപ്പ് എടുത്തിരിക്കുന്നു. ഇനി ഇതിന്റെ തുടർ നടപടി എന്നുള്ള ആഭ്യന്തര വകുപ്പ് ഏതൊക്കെ നടപടികൾ സ്വീകരിക്കുമെന്നതാണ് ഇനി അറിയേണ്ടത്. മാത്രമല്ല അതെങ്ങനെയാണ് ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആ സുഗതന്റെ അവധി അപേക്ഷ പാസ്സാക്കിയ തീരുമാനത്തെ സ്വാധീനിക്കുക. സ്വാഭാവികമായിട്ടും അവിടെ പ്രതിപക്ഷം ഹൈക്കോടതിയെ മറ്റുമൊക്കെ സമീപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കോർപ്പറേഷൻ പ്രതിപക്ഷം ആ ഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും അവർക്കൊരു നിയമപ്രാബല്യമുള്ള കാര്യമായി ഇപ്പോൾ നടപടി മാറാൻ സാധ്യതയുണ്ട്. എന്തായാലും ആർ സുഗതന് അനുകൂലമായി വന്ന സർക്കാർ നടപടി സർക്കാർ തിരുത്തുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ. ഒറ്റ കാര്യം കൂടെ അസ്ലം, ഈ കാര്യത്തിൽ നേരത്തെ അൺഒഫീഷ്യൽ നോട്ട് അത് ഔദ്യോഗികമായി പരിഗണിക്കേണ്ടതില്ല എന്ന് നേരത്തെ തദ്ദേശ മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തദ്ദേശ മന്ത്രിയുടെ നിർദ്ദേശം മറികടന്നാണ് ചിത്ര പി അരുണിമ അന്ന് അങ്ങനെ ഒരു അൺഒഫീഷ്യൽ നോട്ട് കൊടുത്തത്. അപ്പോൾ ഇപ്പോൾ പുറത്തിറക്കിയതും പുതിയ ഒരു അൺഒഫീഷ്യൽ നോട്ടാണ്. അപ്പോൾ ഈ അൺഒഫീഷ്യൽ നോട്ട് ആഭ്യന്തര വകുപ്പിനെ കൈമാറുമ്പോൾ അതിൽ ഒരു നടപടി ആഭ്യന്തര വകുപ്പിന് സ്വീകരിക്കാൻ കഴിയുമോ? അത്തരത്തിൽ ഒരു നടപടിയിലേക്ക് ആഭ്യന്തര വകുപ്പ് കടന്നു കഴിഞ്ഞാൽ 1994 മുനിസിപ്പാലിറ്റി ആക്ട് പ്രകാരമായിരുന്നല്ലോ ഈ സുഗതൻ അവധി അപേക്ഷിച്ചതും ജയിൽ സൂപ്രണ്ടിന്റെ നിർദ്ദേശത്തെ തുടർന്ന് അവരുടെ കത്ത് മുഖേന ഈ അവധിക്ക് അപേക്ഷ നൽകിയത്. ആ അവധി ക്യാൻസൽ ആകുമോ?
അതായത് ഈ അൺഒഫീഷ്യൽ ഒരു കുറിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരമൊരു തീരുമാനമെടുത്തത്. അതുകൊണ്ട് തന്നെ അതിനെ റദ്ദാക്കിക്കൊണ്ട് മറ്റൊരു അൺഒഫീഷ്യൽ കുറിപ്പ് തന്നെ നൽകിയിരിക്കുന്നു. സ്വാഭാവികമായിട്ടും അതിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെ നടപടിയെടുത്ത ആഭ്യന്തര വകുപ്പ് ഇപ്പോൾ സുഗതൻ നൽകിയ കത്ത് സ്വാഭാവികമായിട്ടും അത് റദ്ദാക്കേണ്ടതെന്ന് സുഗതന് അനുകൂലമായി കൊടുത്ത സമീപനം തിരുത്തേണ്ടി വരും. കോർപ്പറേഷനിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും കോർപ്പറേഷൻ ഇതിന്റെ കൂടി ഒരു പിൻബലത്തിലാണ് അവിടെ പാസ്സാക്കിയിരിക്കുന്നത്. പക്ഷേ പാസ്സാക്കി ഭൂരിപക്ഷ അംഗങ്ങളുടെ അടിസ്ഥാനത്തിൽ അവിടെ പാസ്സാക്കി എന്നൊരു വസ്തുത നിലനിൽക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അത് നിയമ പോരാട്ടത്തിലേക്ക് വരും. ഹൈക്കോടതിയിലും മറ്റുമൊക്കെ അതിനെതിരെ നിയമ പോരാട്ടം വരുമ്പോൾ തദ്ദേശ വകുപ്പിന്റെ തീരുമാനം എന്ന് പറയുന്നത് അനുമതി നൽകാൻ, ഈ പരോൾ നൽകാൻ അനുമതിയില്ല എന്നുള്ളതാണ്. ഏതെങ്കിലും തരത്തിൽ അനുമതി സർക്കാർ തലത്തിൽ ഉണ്ടായിട്ടില്ല എന്ന കാര്യം ഉന്നയിക്കാൻ കഴിയും. അതെന്തായാലും നിയമ പോരാട്ടത്തിനനുസരിച്ച് ആ കാര്യം ഉണ്ടാവുള്ളൂ. അവധി അപേക്ഷ നിലവിൽ റദ്ദായി എന്ന് പറയാൻ പറ്റില്ല. കാരണം അത് കോർപ്പറേഷൻ കൗൺസിൽ പാസ്സാക്കിയതാണ്. കോർപ്പറേഷൻ കൗൺസിൽ അങ്ങനെ കാരണമൊന്നും പറയുന്നില്ല. ഒരു അവധി അപേക്ഷ വന്നാൽ പാസ്സാക്കാമെന്നാണ് 94K എന്നാണ് മനസ്സിലാക്കുന്ന വകുപ്പ് പറയുന്നത്. സ്വാഭാവികമായിട്ടും അത് നിയമ പോരാട്ടത്തിലേക്ക് പോകും. പക്ഷേ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ തദ്ദേശ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഇത്തരമൊരു അനുകൂല സമീപനമില്ല. അവധി അപേക്ഷ പാസ്സാക്കി കളയാം എന്നുള്ള രീതിയിലുള്ളൊരു അനുകൂല സമീപനമില്ല എന്നുള്ളതാണ് പ്രശ്നം. അതുമായി ബന്ധപ്പെട്ട കുറിപ്പും റദ്ദാക്കിയിരിക്കുന്നു. എന്തായാലും അതിനി നിയമ പോരാട്ടത്തിന്റെ അല്ലെങ്കിൽ ഒരു ബേസ് ആക്കാൻ BJP ഭരിക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷന് കഴിയില്ല എന്നുള്ളതാണ് വസ്തുത. യെസ്, ഓക്കെ. മുഹമ്മദ് അസ്ലമാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഏതായാലും ആർ സുഗതൻ അനുകൂലമായി